all, welcome to ONCE. Today we are going to discuss the topic programming in C. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ഇൻ സിയിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ വർക്ക്സ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, എന്തൊക്കെ കമ്പോണൻസ് അതിനകത്തുണ്ട്, എന്തൊക്കെ കമ്പോണൻസ്, ഏതൊക്കെ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഏതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ജസ്റ്റ് അതിന്റെ ആർക്കിടെക്ചറൽ ഫ്രെയിം വർക്ക് എങ്ങനെയാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, എന്താണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇപ്പോൾ വിത്തൗട്ട് സിസ്റ്റംസ് നമ്മൾ എന്താണ്, നമ്മളുടെ ഒരു ഡെയിലി ലൈഫ് പോസിബിൾ ആയിരിക്കില്ല അല്ലേ. അപ്പോൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, എ കമ്പ്യൂട്ടർ സിസ്റ്റം ഇസ് ബേസിക്കലി എ മെഷീൻ ദാറ്റ് സിംപ്ലിഫൈസ് കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. അപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, നമ്മുടെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻസ്. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്, നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അവിടെ എന്താണ്, നമ്മളുടെ അവിടെയുള്ള എംപ്ലോയീസിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന്റെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ്, അതായത് സാലറി എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാലറി ഓരോരുത്തർക്കും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ടാലി എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. It should maximize performance and reduces cost as well as power consumption. അപ്പോൾ എന്താണ് maximize performance? What is maximize? അതെന്താണ് അതിനകത്ത് ആ ടേം ഉദ്ദേശിക്കുന്നത്? പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ കുറേ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, പണ്ട് മാനുവൽ രീതിയിൽ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഒരു അറ്റൻഡൻസ് ആണ് നോക്കുന്നതെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഓരോ എംപ്ലോയീസിന്റെയും പേര് നമ്മൾ നോട്ട് ചെയ്യും, അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറ്റൻഡൻസ് നമ്മൾ ഇട്ടുപോകും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും മാനുവലി എന്താണ്, ഒരുപാട് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. അപ്പോൾ നമ്മൾ അതെന്താണ്, ഓട്ടോമേറ്റ് ചെയ്യുവാണ്. അപ്പൊ കമ്പ്യൂട്ടറിലെ ഏറ്റവും മെയിൻ ടേം എന്ന് പറയുന്നത് ഓട്ടോമേറ്റ്സ് ദ വർക്ക്. അതായത് നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കുറച്ച് സമയം കൊണ്ട്, അതായത് കുറച്ച് പവർ കൺസപ്ഷനും കുറച്ച് ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം പെർഫോമൻസ്. ഇപ്പൊ നമ്മളൊരു അറ്റൻഡൻസ് നമ്മളുടെ ഓട്ടോമേറ്റ് ചെയ്യുക, അതായത് കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്യുക, സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഫിൽട്ടർ ചെയ്ത് ആരൊക്കെയാണ് ആബ്സെന്റ് ആരൊക്കെയാണ് പ്രസന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ പല ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോഴോ നമ്മൾ ഓരോന്നും കൗണ്ട് ചെയ്യണം, എത്ര പേര് ആബ്സെന്റ് ആണ്, എത്ര പേര് പ്രസന്റ് ആണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടി വരും. മറ്റേതാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് എത്ര കൗണ്ട് ഉണ്ടെന്നൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെന്താണ്, റെഡ്യൂസസ് കോസ്റ്റ്. മാനുവലി നമ്മൾ എന്ത് ചെയ്യണം, കുറെ എംപ്ലോയീസിന് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഭയങ്കര കോസ്റ്റ് കൂടുതലാണ് അല്ലേ. മാനുവലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് കുറച്ച്, അതുപോലെ തന്നെ പവർ കൺസപ്ഷനും കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉടനെ കിട്ടുന്നതാണ്. ഇനി കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഇസ് എ ഫ്രെയിംവർക്ക് for comprehending how computer work and how their components function to perform task. ഇനി എങ്ങനെയാണ് നമ്മളുടെ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതാണ് വർക്കിംഗ് ആണ് എന്തിൽ ഉദ്ദേശിക്കുന്നത്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ വർക്കിംഗ്. അതായത് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് പോസിബിൾ ആവുന്നത്, എന്താണ് അതിന്റെ ഫ്രെയിം വർക്ക്, അതാണ് ഈ പറഞ്ഞേക്കുന്നത് ഫ്രെയിം വർക്ക്. അതായത് ആർക്കിടെക്ചർ, നമ്മൾ എന്ത് ആർക്കിടെക്ചർ നമ്മൾ പഠിക്കുകയാണെങ്കിലും എന്താണ് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള വേ ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഇസ് എ ഫ്രെയിം വർക്ക് ഫോർ കോംപ്രിഹെൻഡിങ് ഹൗ കമ്പ്യൂട്ടർ വർക്ക്. അതാണ് ഹൗ, എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്, ആൻഡ് ഹൗ ദെയർ കമ്പോണൻസ് ഫംഗ്ഷൻ, ഓരോ കമ്പോണൻസും അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്, നമ്മളുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്നുള്ള ടേമിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബേസിക് എന്തൊക്കെ ടെർമിനോളജീസ് ആണ്, ഏതൊക്കെ ടേംസ് ആണ്, ഏതൊക്കെ കമ്പോണൻസ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ കമ്പോണൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഒരു ഇൻപുട്ട് സിസ്റ്റം ഉണ്ട്, ഒരു ഔട്ട്പുട്ട് സിസ്റ്റം ഉണ്ട്,
തേർഡ് വൺ സ്റ്റോറേജ് യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, അതിന്റെ ഷോർട്ട് ഫോമിൽ ALU. ഇനി നമ്മൾ കേൾക്കുന്ന ടേംസ് എല്ലാം ALU എന്നായിരിക്കും. ALU. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ് ALU. അടുത്തത് കൺട്രോൾ യൂണിറ്റ്. അപ്പൊ ഇത്രയാണ് മെയിൻ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പൊ എന്തൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഇനി ഇത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫിഗർ, ഇതാണ് ഇതിന്റെ ഒരു ആർക്കിടെക്ചർ. ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പല പല യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ്. പിന്നെന്താണ്? അരിത്തമെറ്റിക്. പിന്നെ നമ്മൾ വേറെ ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ് അതായത് ഇപ്പൊ ഒരു യൂസർ, നമ്മളൊരു യൂസർ ആണ്. യൂസർ നമ്മൾ കുറച്ച് ഡേറ്റ കൊടുത്തു, ഇൻപുട്ടായിട്ട് ഡേറ്റ കൊടുത്തു. ആ ഡേറ്റ കുറെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത്, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ, നമുക്ക് ഒരു 2 നമ്പേഴ്സിന്റെ സം ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ, നമുക്ക് 2 നമ്പേഴ്സ് ഇവിടെ കൊടുത്തു, 2 നമ്പേഴ്സ് ഇവിടെ കൊടുത്തു. ഇനി ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പൊ ആഡ് എന്നുള്ള ഫങ്ഷനാലിറ്റി ഇവിടെ നടക്കും. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മൾ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യണം? അതിന്റെ വാല്യൂ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. ദെൻ എന്താണ്? ഇതിന്റെ ഈ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു യൂണിറ്റ് വേണ്ടേ? അതാണ് വാട്ട് ഈസ് കോൾഡ് ദ കൺട്രോൾ യൂണിറ്റ്. ദെൻ ഇറ്റ് ഗീവ്സ് ദ ഔട്ട്പുട്ട്. അപ്പൊ ഔട്ട്പുട്ട് എന്താണ്? ഇത് ആഡ് ചെയ്ത റിസൾട്ട് ആണ് നമുക്ക് ഈ ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും ഓപ്പറേഷൻസ് നടക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ്, ഒരു ഹ്യൂമൻ ഇതിൽ നമുക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ? നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് കൊടുക്കുന്നു, ഇവിടെ അതിന്റെ റിസൾട്ട് കിട്ടുന്നു. പക്ഷേ അതിന്റെ ഉള്ളിൽ, കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഓരോരോ ടേംസ്, ഇൻപുട്ട് യൂണിറ്റ് എന്താണ്, സ്റ്റോറേജ്, ഔട്ട്പുട്ട്, കൺട്രോൾ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ഇൻപുട്ട് യൂണിറ്റ്. വാട്ട് ഈസ് ഇൻപുട്ട് യൂണിറ്റ്? ആ ടേം ഡിനോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം വാട്ട് ഈസ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഫ്രം ദ ഔട്ട്സൈഡ്. അതായത് ഇപ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ, ദിസ് ഈസ് എ കമ്പ്യൂട്ടർ, നമ്മൾ എന്ത് ചെയ്യുവാണ്? കുറച്ച് ഡേറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ഡേറ്റ. അതിനെ പറയുന്ന പേരാണ് എന്ത്? നമ്മളുടെ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് യൂണിറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ടു കമ്പ്യൂട്ടർ സിസ്റ്റം ഫ്രം ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ നിന്നും ഡേറ്റ എന്ത് ചെയ്യുവാണ്? ആ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ബേസിക്കലി ഇറ്റ് ലിങ്ക്സ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് വിത്ത് ദ കമ്പ്യൂട്ടർ. അതായത് ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ്. It takes data from the input devices, converts it into machine language and then loads into the computer system. What is this called? അതായത് നമ്മളുടെ ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, അത് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് കൊടുത്തു. ആ സിസ്റ്റം അതിനെ എന്ത് ചെയ്തു? അവിടെ കമ്പ്യൂട്ടേഷൻസ് നടത്തി, കമ്പ്യൂട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് ഇവിടെ എന്ത് ചെയ്തു? പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം വാട്ട് ഇസ് ദ ഇൻപുട്ട് യൂണിറ്റ്? ഈ ഒരു ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്രയും പാർട്ടിനെയാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. കൺവേർട്സ് ഇൻറ്റു, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ കൊടുക്കുന്ന ലാംഗ്വേജ് ഈ മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് ആക്കി നമുക്ക് അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ചെയ്യുന്നു. ഇനി വാട്ട് ആർ ദ ഇൻപുട്ട് ഡിവൈസസ്? കീബോർഡ്. നമുക്ക് ഓരോ കാര്യങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നു. ഓരോ ലെറ്റേഴ്സും ഒക്കെ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നു. മൗസ് എന്ത് ചെയ്യാൻ? പോയിന്റ് ചെയ്യാനായിട്ടാണ് മൗസ് യൂസ് ചെയ്യുന്നത്. സ്കാനർ എന്താണ്? സ്കാനേഴ്സ് നമ്മളുടെ ഓരോ കാര്യങ്ങൾ സ്കാൻ ചെയ്യാനായിട്ട്. ലൈറ്റ് പെന്നും എന്ത് ചെയ്യാനാണ്? പോയിന്റിങ് ഡിവൈസ് ആണ്. ബാർകോഡ് റീഡർ, നമ്മൾ എപ്പോഴും കടകളിൽ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കാണുന്നതാണ് ബാർകോഡ് റീഡറും ബാർകോഡ് യൂസ് ചെയ്യാനായിട്ട്. മൈക്രോഫോൺ, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് മൈക്രോഫോൺ. ടച്ച് സ്ക്രീൻ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പോലുള്ള ടച്ച് സ്ക്രീനുകളെല്ലാം നമ്മൾ ഇൻപുട്ട് കൊടുക്കുമല്ലേ. എനിക്കിപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് മാറ്റണമെങ്കിൽ ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്താണ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത ജോയ്സ്റ്റിക്, ഗെയിമിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജോയ്സ്റ്റിക്. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻപുട്ട് ഡിവൈസസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും
താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഇൻപുട്ട് ഡിവൈസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻപുട്ട് എക്സാമ്പിൾ ഓഫ് ഇൻപുട്ട് ഡിവൈസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ള ഈ ലിസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ട്, അവിടെയും ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസിന്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, സ്കാനർ, ലൈറ്റ് പെൻ, ബാർകോഡ് റീഡർ, മൈക്രോഫോൺ, ടച്ച് സ്ക്രീൻ ആൻഡ് ജോയ്സ്റ്റിക്. Any, what is output unit? The output unit provides the result of computer process to the users. What is output unit? Provides the result of computer process. ഈ ടേം ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. റിസൾട്ട്, അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സാധനത്തെ കമ്പ്യൂട്ട് ഒക്കെ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ലിങ്ക്സ് ദ കമ്പ്യൂട്ടർ വിത്ത് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. മോസ്റ്റ് ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഓഫ് ദ ഫോം ഓഡിയോ ഓർ വീഡിയോ. ഓഡിയോ വീഡിയോ ഫോമിലേക്കാണ് നമുക്ക് കൂടുതലായിട്ടും എന്ത് കാണാൻ സാധിക്കുന്നത്? നമ്മളുടെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് 2ഉം 3യും കൂടെ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം ഈ ആഡ് ചെയ്യാൻ കൊടുക്കുന്ന എന്താണ്? 2ഉം 3 എന്ന് പറയുന്ന നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് സിസ്റ്റത്തിൽ വന്നു, അഡീഷനൊക്കെ നടന്നു, അതായത് കമ്പ്യൂട്ടേഷൻ നടന്നു. പുറത്തേക്ക് എന്ത് കിട്ടും? 2ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 എന്നുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ 5 എന്നുള്ള റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട്. അതാണ് റിസൾട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ പ്രോസസ് ടു ദ യൂസേഴ്സ്. അതായത് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ഈ 5നെയാണ് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് പറയുന്നത്, അതായത് അതിൻ്റെ റിസൾട്ട്. ഓക്കെ അല്ലേ? ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് മോണിറ്റർ, പ്രിന്റർ, ഹെഡ്ഫോൺ. മോണിറ്റർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാനായിട്ട് യൂസ് ചെയ്യുന്ന. പ്രിന്റർ, പ്രിന്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടുവാണ്. ഹെഡ്ഫോൺസ് അറിയാലോ. കമ്പ്യൂട്ടർ സ്പീക്കേഴ്സ് നമ്മൾ കേൾക്കാനായിട്ട്. പ്രൊജക്ടേഴ്സ് നമ്മൾ കാണുന്നു, നമുക്ക് ഔട്ട്പുട്ട് ചെയ്യുവാണ്. GPS ഔട്ട്പുട്ട് ചെയ്യുവാണ്. സൗണ്ട് കാർഡ് ആൻഡ് വീഡിയോ കാർഡും അത് നമുക്ക് സൗണ്ട് വീഡിയോ ഒക്കെ കേൾക്കാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ, ഹെഡ്ഫോൺസ്, കമ്പ്യൂട്ടർ സ്പീക്കേഴ്സ്, പ്രൊജക്ടർ, GPS, സൗണ്ട് കാർഡ് ആൻഡ് വീഡിയോ കാർഡ്. ഈ എക്സാമ്പിൾസും പ്രത്യേകം നോട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി വാട്ട് ഇസ് സ്റ്റോറേജ് യൂണിറ്റ്? നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞു 2ഉം 3യും കൂടെ നമ്മൾ ആഡ് ചെയ്തു. 2 + 3 = 5. ഈ റിസൾട്ട് എന്ത് ചെയ്യണം? നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. സോ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസ് ടു സ്റ്റോർ ഡേറ്റ. ആ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ആ യൂണിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. The storage unit contains many computer components that are used to store data. ആ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ട്രഡീഷണലി ഡിവൈഡഡ് ഇൻറ്റു പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ സ്റ്റോറേജിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റോറേജിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇനി പ്രൈമറി നമ്മൾ പറയുന്ന പേരാണ് മെയിൻ മെമ്മറി. അപ്പൊ സെക്കൻഡറി പറയുന്ന പേരാണ് പെർമനന്റ് മെമ്മറി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴും ചോദിക്കാറുണ്ട്. പെർമനന്റ് മെമ്മറി. അപ്പോൾ പ്രൈമറി പറയുന്ന പേര് മെയിൻ മെമ്മറി, സെക്കൻഡറി പറയുന്ന പേര് പെർമനന്റ് മെമ്മറി. അപ്പോൾ എന്താണ് അത്? പ്രൈമറി സ്റ്റോറേജ് ഈസ് ഓൾസോ നോൺ ആസ് മെയിൻ മെമ്മറി ആൻഡ് ദ മെമ്മറി ഈസ് ഡയറക്ട്ലി ആക്സസിബിൾ ബൈ ദ CPU. എന്താണ്? ഡയറക്ട്ലി ആക്സസിബിൾ ബൈ ദ CPU. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സസിബിൾ ബൈ ദ CPU. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് CPU എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതായത് ഈ പ്രോസസ്സ് ഒക്കെ നടക്കുന്നത്. നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു കീബോർഡ് ഉണ്ട്, ഒരു മൗസ് ഉണ്ട്, പിന്നെ ഒരു CPU ഉണ്ട്, അല്ലേ? CPU ഉണ്ട്. പിന്നെന്താണ്? ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇവിടെ മോണിറ്റർ ഉണ്ട്, കീബോർഡ്, മൗസ്, CPU. നമ്മൾ ഇൻപുട്ടൊക്കെ ആയിട്ട് മൗസും കീബോർഡും ഒക്കെ യൂസ് ചെയ്ത് ഇൻപുട്ട് കൊടുക്കുന്നു. CPU-ൽ എന്താണ്? ഈ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത്. നേരത്തെ കണ്ട അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും സ്റ്റോറേജ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും എല്ലാം നടക്കുന്നത് എവിടെയാണ്? CPU-ലാണ്. CPU-യുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ്
യൂണിറ്റ്. CPU ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ് ആ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ സ്റ്റോറേജിനകത്ത് 2 തരത്തിലുള്ള സ്റ്റോറേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്രൈമറി സ്റ്റോറേജും ഒന്ന് സെക്കൻഡറി സ്റ്റോറേജും. അതെന്താന്ന് വെച്ചാൽ പ്രൈമറി സ്റ്റോറേജ് നമുക്കിപ്പോൾ ഒരു CPU ഇവിടെ ഉണ്ട്. CPU അപ്പൊ 2 രീതിയിലുള്ള സ്റ്റോറേജ് ഉണ്ടല്ലോ. ഇതാണ് പ്രൈമറി, ഇതാണ് സെക്കൻഡറി. അപ്പൊ ഈ പ്രൈമറി സ്റ്റോറേജിൽ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഈ CPU ആയിട്ട് എപ്പോഴും കണക്ഷൻ ഉള്ള സ്റ്റോറേജ് ആണ് എന്ത്? പ്രൈമറി സ്റ്റോറേജ്. അപ്പൊ ഇപ്പൊ നമ്മളുടെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സെക്കൻഡറി സ്റ്റോറേജിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ സെക്കൻഡറി സ്റ്റോറേജിൽ ഇരിക്കുന്ന ഒരു കാര്യം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ ഈ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നും അത് എങ്ങോട്ട് വരണം? പ്രൈമറി സ്റ്റോറേജിൽ വന്നതിന് ശേഷം അവിടെ എക്സിക്യൂഷൻ ഒക്കെ പ്രൈമറി സ്റ്റോറേജിൽ വന്നിട്ട് ആ പ്രൈമറി സ്റ്റോറേജിൽ നിന്നാണ് ഈ CPU-യിലേക്ക് ആ ഡേറ്റ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇനി ഈ CPU ഒരു സാധനം കമ്പ്യൂട്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2 + 3 = 5. അപ്പൊ ഇവിടെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ 5 നമുക്ക് എന്ത് ചെയ്യണം? ഈ 5 പ്രൈമറി യൂണിറ്റിലേക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് അത് കുറെ നാൾ പെർമനന്റ്ലി സ്റ്റോർ ചെയ്യേണ്ടതാണെങ്കിൽ അത് എങ്ങോട്ടാണ് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഈ 5 സെക്കൻഡറി സ്റ്റോറേജിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി വൺസ് കുറെ നാൾ കഴിഞ്ഞ് 5 നമുക്ക് വീണ്ടും ആക്സസ് ചെയ്യണമെങ്കിൽ ഈ സെക്കൻഡറി മെമ്മറിയിൽ നിന്നും അത് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. പ്രൈമറി മെമ്മറിയിൽ നിന്നും അത് CPU-യിലേക്ക് വന്ന ശേഷമേ നമുക്ക് പിന്നെ ഈ 5 എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. ഓക്കെ അല്ലേ? അപ്പൊ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ജസ്റ്റ് ആ ഒരു CPU ആയിട്ടുള്ള ലിങ്കിന് വേണ്ടി സ്റ്റോർ ചെയ്യുന്നു. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പെർമനന്റ്ലി സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയാണ് സെക്കൻഡറി സ്റ്റോറേജിൽ ഉള്ളത്. The secondary storage or external storage is not directly accessible by the CPU. മറ്റേത് എന്തായിരുന്നു? ഡയറക്ട്ലി ആക്സസിബിൾ ബൈ ദ CPU ആയിരുന്നു. ഇത് നോട്ട് ഡയറക്ട്ലി ആക്സസിബിൾ ബൈ CPU. വൺസ് എന്ത് ചെയ്യണത്? പ്രൈമറി സ്റ്റോറേജിൽ നിന്നും സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നും പ്രൈമറി സ്റ്റോറേജിലേക്ക് വന്നതിന് ശേഷം മാത്രമേ CPU-ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോയിന്റ് അതാണ് പറയുന്നത്. The data from secondary storage needs to be brought into the primary storage before the CPU can use it. The secondary storage contains a large amount of data permanently. അപ്പോൾ എന്താണ്? അതിനകത്ത് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് വൺ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ഷോർട്ട് ഫോം എന്താണ്? ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഇറ്റ് ഈസ് all the calculations related to the computer. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ടേം. കാൽക്കുലേഷൻസ് ആൻഡ് കമ്പ്യൂട്ടേഷൻസ്. എല്ലാ കാൽക്കുലേഷൻസും നടക്കുന്നത് എവിടെയാണ്? നമ്മളുടെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലാണ് എല്ലാ കാൽക്കുലേഷൻസും നടക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ഓഫ് കാൽക്കുലേഷൻസ് ഏതൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, എക്സ്പോണൻസ്, സ്ക്വയർ റൂട്ട്, അങ്ങനെയുള്ള നമ്മളുടെ എന്താണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ കാൽക്കുലേഷണൽ പ്രോസസ് ഒക്കെ നടക്കുന്നത് ഈ ALU-ലാണ്. The control unit transfer data from storage to arithmetic logic unit when calculation need to be performed. ഇനി നമ്മളുടെ കാൽക്കുലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻസ് എല്ലാം ഈ ALU-ലേക്ക് കൊടുക്കും. ഈ ALU എവിടുത്തെ ഒരു പാർട്ടാണ്? നമ്മൾ നേരത്തെ പഠിച്ച CPU-ലെ ഒരു പാർട്ടാണ് ALU. The arithmetic logic unit and control unit together form the central processing unit. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ CPU-ന്റെ കാര്യം. അപ്പോൾ ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും കൂടെ ചേരുന്നതാണ് എന്ത്? നമ്മളുടെ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU. ഓക്കെ അല്ലേ? അപ്പൊ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ ഈ കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഈ കൺട്രോൾ യൂണിറ്റിൽ നിന്നും ഈ ALU-ലേക്ക് പോകും. എന്നിട്ട് കാൽക്കുലേഷൻ പെർഫോം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഈ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ALU-യുടെ ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് വൺ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ്, this unit controls all the other units of the computer system and so it is known as central nervous system. ഒരു സെൻട്രൽ ആയിട്ടുള്ള എല്ലാ കണക്ഷൻസും കൺട്രോൾ ചെയ്യുന്ന, എല്ലാ യൂണിറ്റ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്? കൺട്രോൾ യൂണിറ്റ്. It transfers data throughout the computer as required, including from storage unit to central processing unit and vice versa. അപ്പോൾ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്നും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്ഷൻസ് കൺട്രോൾ ചെയ്യാണ് ആരുടെ ഇത്? കൺട്രോൾ യൂണിറ്റ്. The control unit also dictates how memory input-output device, arithmetic logic unit should behave. എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് എന്തിന് പറയുന്നത്? നമ്മളുടെ കൺട്രോൾ യൂണിറ്റിൽ പറയുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ. അതിന് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇത്രയും നേരം പഠിച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം.
ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? ഇൻപുട്ട് യൂണിറ്റ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു CPU പഠിച്ചു. CPU പഠിച്ചു കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് പഠിച്ചു. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് ജസ്റ്റ് ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. കമ്പ്യൂട്ടേഷൻസ് ഒക്കെ നടക്കുന്നത് ഇവിടെ ALU-ലാണ്. ഇനി ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇൻപുട്ട് യൂണിറ്റിനെയും ഔട്ട്പുട്ട് യൂണിറ്റിനെയും പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഒരു സ്റ്റോറേജ് പഠിച്ചു അല്ലെ? എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് ഡിവൈസ് പഠിച്ചു. സ്റ്റോറേജ് തന്നെ 2 രീതി പഠിച്ചു. ഒന്ന് പ്രൈമറിയും ഒന്ന് സെക്കൻഡറിയും പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് ALU പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ്, ഈ ഡിവൈസുകളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ കൺട്രോൾ യൂണിറ്റും പഠിച്ചു. ഇതാണ് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? പേഴ്സണൽ കമ്പ്യൂട്ടർ. These are the most common type of computer that are designed for personal use. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പേഴ്സണൽ യൂസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, ടാബ്, ഡെസ്ക്ടോപ്പ് ഇതെല്ലാം നമ്മൾ എന്ത് കാറ്റഗറിയിലാണ് വരുന്നത്? പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി PCs include ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്സ് ആൻഡ് ടാബ്ലറ്റ്സ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന, നമ്മൾ എപ്പോഴും ഡെയിലി യൂസിൽ പേഴ്സണൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് എന്ത്? പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. ഇനി സെർവേഴ്സ്. Servers are designed to manage and distribute resources and data to multiple users or devices. അപ്പോൾ എന്താണ്? മാനേജ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ് ആൻഡ് ഡേറ്റ ടു മൾട്ടിപ്പിൾ യൂസേഴ്സ്. അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സിലേക്ക് ഡേറ്റ കൊടുക്കാനും അത് മാനേജ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ സെർവേഴ്സ്. They are often used in business or organization to store and share data and run applications. Applications run ചെയ്യാനും ബിസിനസ് പർപ്പസസിനൊക്കെ സ്റ്റോർ ചെയ്യാനും ഒരു ഓർഗനൈസേഷനിൽ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവർക്കൊക്കെ സ്വന്തമായിട്ട് സെർവേഴ്സ് ഉണ്ട്. ആ സെർവേഴ്സിലാണ് അവർ അവിടുത്തെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും എല്ലാം. നെക്സ്റ്റ് വൺ, മെയിൻ ഫ്രെയിംസ്. Mainframe computers are large, powerful machines that are designed to handle massive amounts of data and perform complex operations. അപ്പോൾ എന്താണ്? മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ, ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെയിൻ ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ യൂസ് ചെയ്യാനാണ് മെയിൻ ഫ്രെയിംസ് ആൻഡ് പെർഫോം കോംപ്ലെക്സ് ഓപ്പറേഷൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലെക്സ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ഫ്രെയിംസ് ആണ്. They are often used in large corporation or government agencies. ലാർജ് കോർപ്പറേഷൻ അതുപോലെ തന്നെ ഗവൺമെന്റ് ഏജൻസികളിലൊക്കെ വലിയ NIC അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഓൾ ഇന്ത്യ ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ അതുപോലെ തന്നെ LIC, പിന്നെ അതുപോലെ വലിയ വലിയ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ബാങ്കുകൾ, അതുപോലെയുള്ള ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലൊക്കെ നമ്മൾ എന്താണ്? നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. നമ്മളിപ്പോൾ റീസെന്റ് ഒക്കെ കേൾക്കുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മളുടെ നോർമൽ കമ്പ്യൂട്ടേഴ്സിനെക്കാട്ടും എക്സ്ട്രാ പവർഫുൾ, എക്സ്ട്രാ ഹൈ പെർഫോമൻസ് തരുന്ന കമ്പ്യൂട്ടേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. Super computers are extremely powerful computers that are designed to process data at extremely high speed. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ സ്പീഡിൽ ഡേറ്റ പ്രോസസ്സിംഗ് നടക്കും എന്നുള്ളതാണ് എന്തിൻ്റെ ഫങ്ഷണാലിറ്റി? നമ്മളുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ഫങ്ഷണാലിറ്റി. They are often used for scientific research and specialized applications. പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ സയന്റിഫിക് റിസർച്ചിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാ റിസർച്ച് സെന്റേഴ്സ് അതുപോലെ തന്നെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, അതുപോലെ ISRO ഇവരൊക്കെ കൂടുതലും സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രീംലി ഹൈ സ്പീഡ് അതുപോലെ തന്നെ പവർഫുൾ പെർഫോമൻസും ആയിരിക്കും. പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എംബഡഡ് സിസ്റ്റം. എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിട്ട് എവിടെയെങ്കിലും എംബഡ് ചെയ്ത് വെച്ചേക്കുന്ന സ്മോൾ കമ്പ്യൂട്ടേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. The embedded system are small computers that are built into other devices such as application, appliances, cars and medical devices. ജസ്റ്റ് നമ്മൾ കാറിലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡിവൈസിൽ ജസ്റ്റ് എംബഡ് ചെയ്ത് വെച്ചേക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. They are designed to perform specific functions and operate without human intervention. ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ ഓട്ടോമേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധിക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിയറബിൾ കമ്പ്യൂട്ടേഴ്സ്. വിയറബിൾ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്മാർട്ട് വാച്ച് ഒക്കെ യൂസ് ചെയ്യില്ലേ, അതൊക്കെ വിയറബിൾ ആണ്. നമുക്ക് വിയർ ചെയ്യാം. സ്മോൾ പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഈസിയാണ്. സ്മോൾ സൈസ് ആണ്. devices that worn on the body such as smart watches, fitness trackers. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫിറ്റ്നസ് ട്രാക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? വെയറബിൾ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. They are designed to track data and provide information on the
ഒറ്റ എന്താ നമുക്ക് ബോഡിയിൽ വെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഡേറ്റാസ് ഒക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് ഒക്കെ എടുത്ത്, ഇപ്പൊ ഫിറ്റ്നസ് ട്രാക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര സ്റ്റെപ്പ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫിറ്റ്നസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് അതിന്റെ റിസൾട്ട് തരും. അപ്പൊ അതാണ് വെയറബിൾ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വെയറബിൾ നമ്മളുടെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സാണ് പഠിച്ചത്? പേഴ്സണൽ കമ്പ്യൂട്ടർ പഠിച്ചു, പിന്നെ എംബഡഡ് സിസ്റ്റം പഠിച്ചു, സെർവേഴ്സ് പഠിച്ചു, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് പഠിച്ചു, വെയറബിൾ കമ്പ്യൂട്ടേഴ്സ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. നെക്സ്റ്റ് ടോപ്പിക്, അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ. എന്തൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജ്? ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. എന്താണ്? എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. Computers can perform tasks much faster and more accurately than humans, allowing for increased efficiency and productivity in various industries. അപ്പോൾ നമ്മുടെ വേരിയസ് ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ പണ്ട് മാനുവൽ ആയിട്ട് എംപ്ലോയീസിനെ വെച്ച് നമ്മൾ അക്കൗണ്ടിങ് കാര്യങ്ങളും ടാലിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം യൂസ് ചെയ്താണ് നമ്മളെല്ലാം ചെയ്യുന്നത്. സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ. എത്ര കാലം വേണമെങ്കിലും ഇപ്പോൾ ഒരു രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ രജിസ്റ്ററിന്റെ പേജ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത രജിസ്റ്റർ യൂസ് ചെയ്യണം. ഇതെങ്ങനെയല്ല, എത്ര ഡേറ്റ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് റിട്രീവ് ചെയ്തെടുക്കാം. മാനുവലി എന്താണ്, രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ കുറെ കാലം കഴിയുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കുറെ നാൾ കഴിയുമ്പോൾ നശിച്ചു പോകുന്നു. പക്ഷേ ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ആ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ. Computers can store large amount of data and organize it in a way that is easily accessible and searchable. എത്ര പെട്ടെന്ന് വേണമെങ്കിലും ഈസിലി ആക്സസിബിൾ, എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ സെർച്ചബിൾ. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കുറേ എംപ്ലോയീസിന്റെ ഡേറ്റ ഉണ്ട്, അതിനകത്ത് ഒരു എംപ്ലോയിയുടെ ഡേറ്റ മാത്രം, അല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ആ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടേഴ്സ് എനേബിൾ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഈസിലി ആൻഡ് ഇൻസ്റ്റന്റ്ലി വിത്ത് അതേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ദർ ലൊക്കേഷൻ. ഇപ്പോൾ ലൊക്കേഷൻ ഇല്ലാതെ, അതായത് നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ മെയിലാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഇല്ലാതെ, അതായത് ലൊക്കേഷനെ ഇത് ചെയ്യാതെ, റെസ്പെക്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എവിടെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഈസിലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ്. വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓട്ടോമേഷൻ ഓഫ് റെപ്പറ്റേറ്റീവ് ടാസ്ക്. ഒരു ടാസ്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര ടൈംസ് വേണമെങ്കിലും അത് വർക്ക് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഓട്ടോമേറ്റ് റെപ്പറ്റേറ്റീവ് ആൻഡ് മണ്ടേൻ ടാസ്ക്, ഫ്രീയിങ് അപ്പ് ടൈം ആൻഡ് റിസോഴ്സ് ഫോർ മോർ ഇമ്പോർട്ടൻറ്റ് വർക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത്രയും ടൈം കൺസ്യൂമിങ് ടൈം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് സമ്മറി ഒന്ന് പറയാം, കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ ആണ് ഫസ്റ്റ് പഠിച്ചത്. കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം വർക്ക് ആണ് ടു ഡിസൈൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ആണ്, പിന്നെ ഹൗ ദേ ആർ ഗോയിങ് ടു വർക്ക്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പഠിച്ചത്. അതിനകത്ത് പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് സ്റ്റോറേജ് യൂണിറ്റ്. ഇനി അതിനകത്ത് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റയാണ് ഇൻപുട്ട് യൂണിറ്റ്. അതിന്റെ ഡിവൈസസ് ഏതൊക്കെയാണ്, ഇൻപുട്ട് യൂണിറ്റ് അതിന്റെ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. കീബോർഡ്, മൗസ്, ഇത് ടച്ച് സ്ക്രീൻ, ഇതെല്ലാം നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇനി ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്രോസസ്സിങ് കമ്പ്യൂട്ടേഷൻസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കാണുന്നു അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ്. അത് കാണിക്കാൻ, നമ്മളെ ഹ്യൂമൻസിലേക്ക് എത്തിക്കാനുള്ള യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇനി വാട്ട് ആർ ദ ഡിവൈസസ് യൂസ്ഡ് ഇൻ ഔട്ട്പുട്ട് യൂണിറ്റ്? ഏതൊക്കെ ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റില്? പ്രിന്റേഴ്സ്, അതുപോലെ തന്നെ മോണിറ്റർ, ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്പുട്ട്. അതുപോലെ സ്പീക്കേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ്. ഇനി വാട്ട് ഇസ് ALU? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഈ കാൽക്കുലേഷൻസ് എല്ലാം കമ്പ്യൂട്ടേഷൻസ് നടത്താനാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ALUനകത്താണ് എല്ലാ കമ്പ്യൂട്ടേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, സ്ക്വയർ റൂട്ട്, എക്സ്പോണന്റ്, ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പഠിച്ചതാണ് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് എന്താണ്? എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും. പ്രൈമറി സ്റ്റോറേജിനാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്, സെക്കൻഡറി സ്റ്റോറേജിനാണ് പെർമനന്റ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ CPU ആയിട്ട് എപ്പോഴും ആക്സസ് ഉള്ള ഏതിനായിരിക്കും? പ്രൈമറി മെമ്മറിക്കായിരിക്കും.
നമ്മുടെ ഡേറ്റ കുറേ നാൾ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എവിടെയായിരിക്കും? സെക്കൻഡറി സ്റ്റോറേജിലായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ ഈ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഡേറ്റ പ്രൈമറി സ്റ്റോറേജിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അത് CPU വരും. അപ്പോഴാണ് നമുക്ക് ആക്സസിങ് നടക്കുന്നത്. ഇനി നമ്മുടെ CPU എന്നൊരു സാധനം പ്രോസസ്സ് ചെയ്താൽ ആദ്യം അത് ഇരിക്കുന്നത് പ്രൈമറി സ്റ്റോറേജിലായിരിക്കും. ഇനി ആ ഡേറ്റ കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണെങ്കിൽ അത് എങ്ങോട്ട് മാറും? സെക്കൻഡറി സ്റ്റോറേജിലേക്ക് മാറും. ഇനി കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ കമ്പോണൻസും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള യൂണിറ്റ് ആണ് എന്ത്? കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഏതൊക്കെയാണ്? പേഴ്സണൽ കമ്പ്യൂട്ടർ പഠിച്ചു, വെയറബിൾ കമ്പ്യൂട്ടേഴ്സ് പഠിച്ചു, എംബഡഡ് സിസ്റ്റംസ് പഠിച്ചു, മെയിൻ ഫ്രെയിംസ് പഠിച്ചു, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പഠിച്ചു. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ലാസ്റ്റ് പഠിച്ചത് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ. വിത്ത് ദിസ് വി കൺക്ലൂഡ് ദിസ് സെഷൻ. താങ്ക് യു. Keep watching once.